മറ്റത് ഫോറിൻ പോളിസിയെക്കുറിച്ചും ശ്രീ KBS ഹരിദാസ് പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അത് പിടിവാശികൾ ഇല്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പലതും പരമ്പരാഗത ശൈലിയിൽ ഉള്ളതല്ല, അൺകൺവെൻഷനലാണ്. ഇങ്ങനെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൂടിയിരുന്നുണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ പാരറ്റ് ചെയ്യുന്ന, അതുപോലെ വിളമ്പുന്ന ഒരാളല്ല. അതാത് സമയത്ത് അൺകൺവെൻഷനൽ എന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്നത് ഇങ്ങനെയൊക്കെ ഒരു പ്രസിഡന്റ് സംസാരിക്കാമോ എന്നുള്ള ചിന്ത പോലും ഉണർത്തുന്ന രീതിയിലുള്ള ഒട്ടനവധി നടപടികളുണ്ട്. അതിൽ അദ്ദേഹം വിമർശനം നേരിട്ടിട്ടുമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ KBS ഹരിദാസ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ജോസുകുട്ടി, അങ്ങേക്ക് പോകാൻ സമയമായി എന്നുകൊണ്ട് പറയുകയാണ്, ചൈനയുമായി കൊമ്പ് കോർക്കാൻ തീരുമാനിച്ച് തന്നെയാണ് ട്രംപ് നിന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ് ആ ട്രേഡ് വാർ. പരസ്പരം ടാക്സ് ചുമത്തി മത്സരിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു വെടിനിർത്തൽ. അപ്പോൾ പ്രായോഗികമായി അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ പിൻവാങ്ങാൻ അതിനുള്ള ഒരു സമീപനം അതെങ്ങനെ കാണുന്നു ഡോക്ടർ ജോസുകുട്ടി? തീർച്ചയായിട്ടും അമേരിക്കയും ചൈനയും തമ്മിലാണ് ലോകത്തിൽ ഏറ്റവും അധികം വ്യാപാരം നടക്കുന്നത്. രണ്ട് രാജ്യങ്ങളെ മാത്രം നമ്മളെടുത്താൽ അമേരിക്ക ചൈനയുടെയും ചൈന അമേരിക്കയുടെയും ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. ഇവർ തമ്മിലുള്ള മത്സരം ഒരു പരിധി വിട്ട് പോകുവാൻ യാതൊരു നിർവാഹവുമില്ല. ചൈനയ്ക്ക് എപ്രകാരം അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും അമേരിക്കയുടെ മാർക്കറ്റും ആവശ്യമാണോ അപ്രകാരം തന്നെയാണ് ചൈനയുടെ വളരെ റെയറായിട്ടുള്ള ചില ധാതു വിഭവങ്ങളും അതുപോലെ വളരെ വില കുറഞ്ഞ ചില സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അമേരിക്കയിലെ വലിയൊരു ജനവിഭാഗം ആശ്രയിക്കുന്നത് ചൈനയുടെ ചീപ്പ് പ്രൊഡക്ട്സിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഇക്കണോമിക്കലി വളരെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ ഇന്ന് വായിച്ച ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഒരു വശത്ത് അവർക്ക് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഡിസ്പ്യൂട്ട് ഉണ്ടാകാം. മറു സൈഡിൽ അവർ സഹകരിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ സഹകരിക്കും. ഇതായിരിക്കും ട്രംപിൻ്റെ വിദേശ രാജ്യങ്ങളോടുള്ളൊരു സമീപനം. അത് ചൈനയോടാണെങ്കിലും ഇന്ത്യയോടാണെങ്കിലും പശ്ചിമേഷ്യയിലാണെങ്കിലും ഇനി യുക്രൈനിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയും, എനിക്ക് സഹകരിക്കാൻ പറ്റില്ലെന്ന്. അതേസമയം സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കാനുള്ള സാധ്യതകൾ തേടി അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നയങ്ങൾ അദ്ദേഹം എടുക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചത്. അവിടുത്തെ വൈസ് പ്രസിഡന്റാണ് അതിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് വിദേശകാര്യമന്ത്രിയാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ബിസിനസ് കുടുംബ റിലയൻസ് ഫാമിലി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് വ്യാപാരം നടത്തേണ്ട, അദ്ദേഹത്തിൻ്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ട ലോകത്തിലെ എല്ലാ വലിയ രാജ്യങ്ങളുമായും സഹകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുവാണ്. പുട്ടിനുമായി അദ്ദേഹം സംസാരിക്കുമെന്ന് പറഞ്ഞു. പശ്ചിമേഷ്യയുടെ കാര്യം നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം വന്ന ഉടനെ അങ്ങ് പരിഹരിച്ച് കളയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ ഏതൊക്കെ മേഖലകളിൽ സഹകരിക്കാവോ അവിടെയെല്ലാം സഹകരിക്കും. പക്ഷേ അതിൻ്റെ പ്രധാന അളവുകോൽ അമേരിക്കയുടെ താല്പര്യമായിരിക്കും എന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അമേരിക്കയുടെ താല്പര്യം തന്നെയാണ് ലോകത്തൊരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത്. അമേരിക്കയുടെ താല്പര്യം തന്നെയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അമേരിക്കയുടെ താല്പര്യം തന്നെയാണ് ഇന്ത്യയുമായി ഏതൊക്കെ മേഖലകളിൽ സഹകരിക്കാമോ അവിടെയെല്ലാം സഹകരിക്കും. പക്ഷേ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ചുകൂടി കാര്യമായി സഹകരിക്കാനുള്ള ഒരുപാട് മേഖലകൾ ഉണ്ട്. അത് വെറും ഒരു വ്യാപാര ബന്ധം മാത്രമല്ല, അത് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം ഈ വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട് ട്രംപ് ചൈനയ്ക്ക് എന്ത് വിട്ടുവീഴ്ച ചെയ്യും എന്ന് നമ്മൾ കരുതണ്ട. കാരണം അവർ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ ഈ ബന്ധത്തെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം വളരെ ശക്തിപ്പെടുവാനാണ് സാധ്യത. ട്രംപ് അതിനുള്ള വാതിലുകൾ തുറന്നിടും. നമ്മൾ ട്രംപിൻ്റെ ഒന്നാമത്തെ പ്രസിഡൻസി കാലഘട്ടം പരിശോധിച്ചാൽ തന്നെ ലോകത്ത് അദ്ദേഹം ഒരു യുദ്ധത്തിലും പോയി ചാടിയിട്ടില്ല.
സിറിയയിൽ വലിയ സംഘർഷങ്ങൾ നടക്കുമ്പോൾ തന്നെ അവിടുന്ന് പിൻവാങ്ങുന്ന ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ലോകത്തെ ആവശ്യമില്ലാത്ത സംഘർഷങ്ങളിൽ ചെന്ന് ചാടുകയോ അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ സഹകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ട്രംപിൻ്റെ ഒരു നയമല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ആര് അധികാരത്തിലിരിക്കുന്നെന്നോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തിലെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നതോ ഒന്നും ട്രംപിൻ്റെ നയമല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ അടുത്ത കാലത്ത് ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ സിഖ് തീവ്രവാദിയായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ചില അന്വേഷണങ്ങളൊക്കെ ഉന്നയിച്ചത് ഇനി അത് മരവിപ്പിക്കുവാനാണ് സാധ്യതയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആണവ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സഹകരണങ്ങൾ വരുവാനാണ് സാധ്യത. അതുപോലെ തന്നെ ചിപ്പ് ഇൻഡസ്ട്രിയിൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ചിപ്പ് ഇൻഡസ്ട്രിയിൽ നമ്മൾ തമ്മിൽ വലിയ സഹകരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഈ സഹകരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അവിടെയെല്ലാം ചൈനയുമായിട്ടുള്ള സഹകരണം ഉണ്ടാകുമ്പോൾ തന്നെ ആ ഘട്ടത്തിലെല്ലാം ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിന് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടാകും എന്നുകൊണ്ട് അദ്ദേഹം ചൈനയുമായി, ഞാൻ കരുതില്ല അദ്ദേഹം ചൈനയുമായ ഒരു സംഘർഷം തായ്വാന്റെ പേരിലോ അല്ലെങ്കിൽ ഇൻഡോ പസഫിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള മാരിടൈം സെക്യൂരിറ്റിയുടെ പേരിലോ അവിടെയുള്ള മറ്റ് ക്വാഡ് തുടങ്ങിയ കാര്യങ്ങളുടെ പേരിലോ ഒന്നും ചൈനയുമായ ഒരു സംഘർഷത്തിലേക്ക് അദ്ദേഹം പോകുവാൻ താല്പര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കഴിയുമെങ്കിൽ ചൈനയുടെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡുമായിട്ട് വേണമെങ്കിൽ കൂടി അദ്ദേഹം സഹകരിക്കും, അത് അമേരിക്കയ്ക്ക് ഗുണകരമാണെങ്കിൽ. അങ്ങനെ ഒരു വ്യാപാരിയുടെ കണ്ണുള്ള, ഒരു വ്യാപാരിയുടെ ലാഭ കണ്ണുകളുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ട്രംപ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് അദ്ദേഹത്തിന് രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്നതിനോ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളുമായി സഹകരിക്കുന്നതിനോ ഒരു മടിയും ഉണ്ടാകില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഏതെല്ലാം മേഖലകളിൽ സഹകരിക്കാൻ കഴിയുമോ, പ്രത്യേകിച്ചും വ്യാപാര മേഖലകളിൽ അവരവിടെ സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം വളരെ കടുത്ത നിലപാടെടുക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖല ഈ സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് സൂചിപ്പിച്ചു, കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, കുടിയേറ്റക്കാർ മൂലം ഉണ്ടായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളെ അമേരിക്കയിൽ നിന്ന് അടിച്ചോടിക്കും, പുറത്താക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ ഇന്ത്യയുമായും നമുക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയിലെ നിയമവിരുദ്ധമായി താമസിക്കുന്ന കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാർ മൂന്നാമതാണ് എണ്ണം കൊണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസം പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒട്ടനവധി ആൾക്കാർ നിയമവിധേയന പോകുന്നുണ്ട്, നിയമവിധേയന അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ അവിടെ ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതേസമയം അനധികൃതമായി താമസിക്കുന്നവരുമുണ്ട്. അപ്പം അത് മെക്സിക്കോയിൽ നിന്നും ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കടന്നുകൂടിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായും അതുപോലെ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളുമായും എല്ലാം സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കുന്ന ഒരു പ്രസിഡന്റ് ആകുവാനാണ് ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപ് നിലപാടുകൾ എടുക്കുവാൻ സാധ്യതയെന്നാണ് എൻ്റെ വിലയിരുത്തൽ.